ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകണോ അതോ പരിഹാരം തേടണോ? പലപ്പോഴും പല സന്ദർഭങ്ങളും ഓരോ ബന്ധങ്ങൾക്കിടയിലും വരുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചോദ്യമാണിത്. അതിനുള്ള ചില ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ആ തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അകന്നു പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. രണ്ട്, മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക, അതിനൊരു പൊതുവായ സൊല്യൂഷൻ എടുക്കുക. മൂന്ന്, രണ്ടുപേരും അവരവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ അപ്പോഴും തീർച്ചയായിട്ടും ആ ബന്ധത്തിന് സ്കോപ്പ് ഉണ്ട്. എന്നാൽ ഒട്ടും സ്കോപ്പില്ല, അകന്നു പോയേ മതിയാവൂ എന്നുള്ളതോ, അതിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വെച്ച് കളിയാക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം അത് നന്നല്ല. പിന്നെയോ, നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു രീതിയാണ് നിങ്ങളോട് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. എത്ര തവണ നിങ്ങൾ പറഞ്ഞാലും എത്ര തവണ നിങ്ങൾ ഹേർട്ട് ആയാലും അതൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടേ അല്ല. പിന്നെ ആ ബന്ധത്തിൽ നിൽക്കുമ്പോഴും നിങ്ങൾ വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഒറ്റപ്പെടൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല ആരും ഒരു ബന്ധത്തിൽ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ അകന്നു പോവുകയാണോ വേണ്ടത്, പരിഹാരം തേടി ആ ബന്ധത്തെ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുകയാണോ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകാൻ എളുപ്പമാണ്, എന്നാൽ സ്കോപ്പുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് നിൽക്കാനേ സാധിക്കുകയുള്ളൂ. ഉള്ളിലൊരു അല്പമെങ്കിലും സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഏവർക്കും ആ ബന്ധത്തിലേക്ക് തിരിച്ചെത്താനുള്ള ആഗ്രഹമായിരിക്കും മനസ്സിൽ അവശേഷിക്കുക.